രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം 2 ഘട്ടമായാണ് നടക്കുന്നത്. രാവിലെ 7:30 പ്രത്യേക പൂജകളോടെയാണ് ആദ്യഘട്ട ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പൂജയിൽ പങ്കെടുക്കും. 9 മണിവരെ നീളുന്ന പൂജയിൽ രാജ്യത്തെ ആധ്യാത്മിക നേതാക്കന്മാരും പങ്കെടുക്കും. സ്വാതന്ത്ര്യ സമരത്തിലെ അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി സർക്കാർ അവകാശപ്പെട്ട ചെങ്കോൽ തമിഴ്നാട്ടിലെ ശൈവമഠമായ തിരുവാതുറൈ അധീനത്തിലെ പുരോഹിതർ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് നൽകും. പ്രധാനമന്ത്രി ഇത് ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിന് സമീപം സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനു പിന്നാലെ പുതിയ പാർലമെന്റിനകത്ത് നടക്കുന്ന പ്രാർത്ഥനകളോടെ ആദ്യഘട്ടം അവസാനിക്കും. 12 മണിക്ക് ദേശീയ ഗാനങ്ങളോടെ 2ാം ഘട്ട ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങിൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സന്ദേശം രാജ്യസഭാ ഉപാധ്യക്ഷൻ വായിക്കും. തുടർന്ന് പുതിയ പാർലമെന്റ് മന്ദിരം ആലേഖനം ചെയ്ത പ്രത്യേക സ്റ്റാമ്പും 75 രൂപയുടെ നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും. പിന്നാലെ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ നന്ദി പ്രസംഗത്തോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. എംപിമാർ, മുൻ പാർലമെന്റ് സഭാധ്യക്ഷന്മാർ, മുഖ്യമന്ത്രിമാർ, സിനിമാ താരങ്ങൾ തുടങ്ങിയവർക്ക് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ഇനി കെട്ടിലും മട്ടിലും മാറ്റം വരുത്തിയ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരം ത്രികോണാകൃതിയിൽ 65,000-ത്തിലധികം ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്നതാണ്. കൂടാതെ പുതിയ മന്ദിരത്തിൽ സെൻട്രൽ ഹാൾ ഇല്ല. പകരം പുതിയ മന്ദിരത്തിൽ സംയുക്ത സമ്മേളനം നടക്കുക ലോക്സഭാ ചേംബറിലായിരിക്കും. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭാ ചേംബർ ഒരുക്കിയിരിക്കുന്നത്. രാജ്യസഭാ ചേംബർ താമരയുടെ മാതൃകയിലുമായിരിക്കും. അങ്ങനെ നിരവധി പ്രത്യേകതകളും സവിശേഷതകളുമുള്ള ഈ പാർലമെന്റ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ്. എന്തായാലും പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപ നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. 44 മീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലാണ് നാണയമുള്ളത്. 50% വെള്ളിയും 40% ചെമ്പും 5% നിക്കലും 5% സിങ്കുമാണ് നാണയത്തിൽ അടങ്ങിയിട്ടുള്ളത്. നാണയത്തിന്റെ മുൻവശത്ത് മധ്യഭാഗത്തായി അശോക സ്തംഭത്തിന്റെ സിംഹമുദ്ര ഉണ്ടായിരിക്കും. സത്യമേവ ജയത എന്ന ആപ്തവാക്യം താഴെ ആലേഖനം ചെയ്തിട്ടുമുണ്ടാകും. ഇടതുവശത്തായി ദേവനാഗരി ലിപിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും ഒരു വശത്തും, വലതുവശത്ത് ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും, കൂടാതെ ദേവനാഗരി ലിപിയിൽ പുതിയ പാർലമെന്റ് കോംപ്ലക്സിന്റെ രൂപവും സൻസദ് സംകുൽ എന്ന് ദേവനാഗരിയിലും പാർലമെന്റ് കോംപ്ലക്സ് എന്ന ഇംഗ്ലീഷിലുമുള്ള എഴുത്തും മറുവശത്തുണ്ടാകുമെന്ന് ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പാർലമെന്റ് ഉദ്ഘാടനം ഇങ്ങെത്തിയെങ്കിലും മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുവാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 20ഓളം പാർട്ടികളുടെ തീരുമാനം. രാഷ്ട്രപതിക്ക് പകരം പ്രധാനമന്ത്രി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ ബഹിഷ്കരണം. കഴിഞ്ഞ ദിവസം പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൊണ്ട് നടത്തിക്കണമെന്ന ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകുവാൻ ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ജസ്റ്റിസ് CR ജയ്സുഗിൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ JK മഹേശ്വരി, PS നരസിംഹ എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ആർട്ടിക്കിൾ 32 പ്രകാരം ഇത്തരം ഹർജികളിൽ ഇടപെടുവാൻ അംഗീകാരമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം നടത്തേണ്ടതെന്ന ഹർജിക്കാരന്റെ വാദവും കോടതി അംഗീകരിച്ചിട്ടില്ല. എന്തായാലും കെട്ടിലും മട്ടിലും പുതുമയൊരുക്കി ഏറെ സസ്പെൻസോടെ നിൽക്കുന്ന പാർലമെന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിക്കും.